ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരങ്ങളിൽ ഒന്നാണ് സൗത്ത് പാസ്. ഇറാനും ഖത്തറും ചേർന്നാണ് ഈ ഒരു പ്രകൃതിവാതക ശേഖരം നടത്തിക്കൊണ്ടു പോകുന്നത്. ആകെയുള്ള ഒരു വിസ്തീർണം അഥവാ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 9700 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതിൽ ഏകദേശം 3700 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇറാന്റെ അതിർത്തിയിലാണുള്ളത്. ബാക്കി 6000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഖത്തറിന്റെ അധീനതയിലുള്ളതാണ്. ഏകദേശം 1800 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ഗ്യാസ് ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രയേൽ ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പ്രധാനമായും സൗത്ത് പാസ് വാതക പാടത്തെയും അസലൂയ മേഖലയുമാണ് ബാധിച്ചത്. ഇറാന്റെ ഊർജ്ജ മേഖലയുടെ നട്ടെല്ലാണ് ഈ ഒരു സൗത്ത് പാസ് എന്ന് പറയുന്ന ഗ്യാസ് ഫീൽഡ്. ഇറാന്റെ സാമ്പത്തിക ഊർജ്ജ മേഖലകളിൽ ഏറ്റവും നിർണായകമായ സ്ഥാനമാണ് അസലൂയയ്ക്കുള്ളത്. ഇറാന്റെ സാമ്പത്തിക ഹൃദയം എന്നാണ് അസലൂയ അറിയപ്പെടുന്നത്. സൗത്ത് പാസിന്റെ കരയിലുള്ള പ്രധാന പ്രോസസ്സിംഗ് കേന്ദ്രമാണ് അസലൂയ. കടലിൽ നിന്ന് ഖനനം ചെയ്യുന്ന ഈ ഒരു നാച്ചുറൽ ഗ്യാസിനെ ഇവിടെ എത്തിച്ചാണ് ശുദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതും. ഇറാന്റെ തന്നെ വിദേശ നാണ്യ വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് അസലൂയ. ഇവിടെ നിന്നുള്ള ഗ്യാസും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇറാന്റെ GDP-യിൽ തന്നെ ഈ ഒരു പ്രദേശം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിന്റെ തീരത്തുള്ള ഈ ഒരു പ്രദേശം ഇറാന്റെ പ്രതിരോധ മേഖലയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഒരു ആക്രമണം രാജ്യത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ആഭ്യന്തര വാതക വിതരണത്തിന്റെ ഏകദേശം 70% തടസ്സപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത്. ഇത് വീടുകളിലെ പാചകവാതകത്തെയും വൈദ്യുതി ഉൽപാദനത്തെയും ബാധിക്കാനുള്ള സാധ്യതയും വിദഗ്ധർ പറയുന്നുണ്ട്. ഈ ഒരു അറ്റാക്ക് കൂടാതെ 2 സ്ഥലങ്ങളിൽ കൂടെ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാന്റെ 5 മിസൈൽ ബോട്ടുകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. മൂന്നാമതായിട്ട് ടെഹ്റാൻ, അൽബോസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തി.